മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ അപമാനഭാരം കൊണ്ട് ശിരസ്സ് കുനിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം ഇന്ന് മലയാളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജ് ഇതുപോലെ ആണ് വന്നത്. ഇതിനകത്ത് ചില വാർത്തകളെന്ന് തോന്നിക്കുന്ന ചില ഫീച്ചറുകളുണ്ടായിരുന്നു. ഇത് ഫീച്ചറുകളാണ്, മാർക്കറ്റിംഗ് ഫീച്ചറാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 എന്ന പേരിൽ നടത്താൻ പോകുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം ഉണ്ടാക്കിയ വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ ഭാവനാ വാർത്തകൾ നിറച്ചാണ് ഇറക്കിയത്. അത് ഇന്ന് നമ്മളെ എങ്ങനെ അപമാനിക്കുന്നു എന്ന് ചോദിച്ചാൽ പത്രങ്ങൾ ചെയ്തതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ളൊരു മാധ്യമ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, ഒരു ഡോക്ടറേറ്റൊക്കെ ഉണ്ട്, ഡോക്ടർ അരുൺ കുമാർ. അദ്ദേഹം മസാല ദോശ കഴിക്കുമ്പോൾ ഭരണഘടന പരാജയപ്പെടുന്നു എന്ന തിയറി ഉണ്ടാക്കിയ ആളാണ്. മുമ്പൊരിക്കൽ ടി ജി മോഹൻദാസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആമാശയത്തിൻ്റെ കീഴ്ഭാഗം കൊണ്ട് സംസാരിക്കുന്ന ആളെന്നാണ്. അപ്പോൾ അതിത്തിരി കടന്നു കൈയായില്ലേ എന്നെനിക്ക് അന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് അത് അദ്ദേഹത്തിന് വളരെ ആപ്റ്റാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം രാവിലെ അദ്ദേഹം ജോലി ചെയ്യുന്ന ചാനലിൽ പത്രവിശേഷം എന്നൊരു പരിപാടിയുണ്ട്. ആ പത്രവിശേഷത്തിൽ ഇന്ന് ഈ പത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ഫീച്ചർ എടുത്തു വെച്ച് അദ്ദേഹം വായിച്ചു. വേണമെങ്കിൽ പറയാം അബദ്ധമാണ്, തെറ്റുപറ്റിപ്പോയി, ആർക്കും പറ്റാമല്ലോ എന്ന് പറയാം. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകന് ഉണ്ടാവേണ്ട സാമാന്യ ബുദ്ധിയുണ്ട്. അദ്ദേഹം വലിയ ബുദ്ധിജീവിയായിട്ട് നടിക്കുന്ന ഭാവിക്കുന്ന ആളാണ്. അല്ല, അയാൾ വായിച്ചത് ഒന്ന് അതിൻ്റെ ഒരു വാർത്ത, നോട്ട് എ വിട ഇനി ഡിജിറ്റൽ കറൻസി. ഇതിനകത്ത് സാങ്കല്പിക വാർത്തയിൽ 2025 ഒരു പരസ്യത്തിന് വേണ്ടി ഇറക്കിയ ഒരു ഫ്യൂച്ചർ 2025 എന്നുള്ള പരിപാടിയുടെ പരസ്യത്തിന് വേണ്ടി ഇറക്കിയ വാർത്തയാണ്. ആ വാർത്തയിൽ പറയുകയാണ് ഫെബ്രുവരി 15 നോട്ട് നിരോധനം വന്ന് സമ്പൂർണ്ണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നു. അതിൽ അദ്ദേഹം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, പ്രേക്ഷകർ ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണിക്കാം. എന്തായാലും ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കാം. അതിനകത്ത് വാർത്ത വായിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നത്തെ പത്രവിശേഷം ഈ ഡോക്ടർ വായിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ, റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു. RBI ഗവർണർ അരവിന്ദ് കുമാർ അല്ല, സഞ്ജയ് മൽഹോത്രയാണ്. അദ്ദേഹത്തിന് കത്തിയില്ല. പോട്ടെ, RBI ഗവർണറുടെ പേര് ഓർമ്മിക്കാതിരുന്നത് ക്ഷമിക്കാം. ഇനി വീണ്ടും വീണ്ടും വായിച്ചു വന്ന് ആ വാർത്തയുടെ 3ാമത്തെ പാരഗ്രാഫ് അദ്ദേഹം ഇങ്ങനെയാണ് വായിച്ചത്. പത്രത്തിൽ അടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ ലോക രാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്നും പുതിയ സാമ്പത്തിക യുഗത്തിൻ്റെ തുടക്കമാണിത് എന്നും കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് പറഞ്ഞു. നിർമ്മല സീതാരാമൻ എന്നുള്ള കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പേര് ഈ പത്രപ്രവർത്തക പത്രാധിപ സിംഹത്തിന് അറിയാതെ പോയി. തീർന്നില്ല, അതിൻ്റെ 4ാമത്തെ പാരഗ്രാഫ് അയാൾ വായിച്ചത് ഇങ്ങനെയാണ്. ഇന്നത്തെ വാർത്ത വായിക്കുകയാണ് ഈ മനുഷ്യൻ. തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും പെട്ടെന്നുള്ള പ്രഖ്യാപനം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ പ്രയാസത്തിലാക്കുമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹ്റ പറഞ്ഞു. പുതിയ സാമ്പത്തിക യുഗത്തിന്റെ തുടക്കമാണെന്നും കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ പ്രയാസത്തിലാക്കുമെന്നും ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹ്റ പറഞ്ഞു. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പൊതുജനത്തിൻ്റെ മുന്നിൽ ഇതുപോലെ ശിരസ്സ് കുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥയില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ പേരറിയില്ല. ഇത് അത്രയെങ്കിലും ഈ പേരുകളെങ്കിലും വായിക്കുമ്പോൾ ഇത് വാർത്തയല്ല, ഫേക്കാണെന്ന് മനസ്സിലാവാത്ത ഇയാളാണ് നാട്ടുകാരുടെ മുന്നിൽ യാഥാർത്ഥ്യം പറയാൻ നിൽക്കുന്ന ആളെന്ന് കരുതുന്ന നമ്മളൊക്കെ എത്ര വിഡ്ഢികളാണ് അല്ലേ. ഇതിലേ വേറൊരു വാർത്ത ഇയാൾ വായിച്ചില്ലേ? കാരണം നമ്മളൊരു പത്രം 1ാം പേജ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വാർത്തയും ഒന്ന് സ്കാൻ ചെയ്തിട്ടാണല്ലോ പോവുക. ഇതിൽ വേറൊരു വാർത്തയുണ്ട്. അതിൽ പറയുകയാണ് റോബോ മന്ത്രി അറ്റ് 1. അതിൽ പറഞ്ഞിട്ടുണ്ട് റോബോ റവന്യൂ മന്ത്രി CK50 കേരളത്തിലെ റവന്യൂ മന്ത്രിയുടെ പേര്. എന്നിട്ട് ആ വാർത്തയിൽ വീണ്ടും പറയുകയാണ് പുത്തിരിക്കണ്ടം മൈതാനത്ത് രാജ്യാന്തര ടെക് എക്സ്പോ മുഖ്യമന്ത്രി അനൈന ഷാജി ഇന്ന് വൈകിട്ട് 5 ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി അനൈന ഷാജി കേൾക്കൂ, തീർന്നില്ല സാർ. ഇതിന് ഈ പത്രത്തിൻ്റെ പ്രേക്ഷകർ കാണണം, കാണാത്തവരുണ്ടെങ്കിൽ. ചില പത്രങ്ങളിൽ ഇത് വന്നിട്ടില്ല. മുന്നറിയിപ്പ് കൊടുത്തിട്ട് കൊച്ചി ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ഫീച്ചറിൽ നൽകിയിരിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇയാൾ കണ്ടില്ല. അപ്പോൾ ഇയാൾ വാർത്തകൾ കാണുന്നത് ഇങ്ങനെയാണ്, എന്തു കിട്ടിയാലും എന്ത് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പാടുന്ന
പത്രപ്രവർത്തകനാണ് അരുൺകുമാർ. ഇയാൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല, കോമൺ സെൻസും ഇല്ല എന്നാണ് ഈ 3 പേരുകൾ അയാൾ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. RBI ഗവർണറുടെ കാര്യത്തിൽ നമുക്ക് ഇനിയും എക്സ്ക്യൂസ് പറയാം, ക്ഷമിക്കാം. പക്ഷേ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഡൗട്ട് തോന്നിയില്ല. പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹ്റ എന്ന് വായിക്കുമ്പോഴും ഇയാൾക്ക് സംശയം തോന്നിയില്ല. എന്നിട്ട് ഇനി വേണമെങ്കിൽ പറയാം, അല്ല ഇത് അറിഞ്ഞുകൊണ്ട് പറയാം, അങ്ങനല്ല, അയാൾക്ക് താല്പര്യമുള്ള ആളല്ലേ രാഹുൽ ഗാന്ധി. എന്നിട്ട് നമുക്ക് ഇതിന്റെ ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാം എന്ന് പറഞ്ഞ് ആ പത്രവിശേഷം അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ പറയേണ്ടിരുന്നത് ഇന്നത്തെ കൗതുകരമായ തരത്തിലാണ് ഈ പത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇതിനെ വിമർശിക്കണമായിരുന്നു. പക്ഷേ ഇത് പത്രപ്രവർത്തനം അല്ലെന്ന് പറയണമായിരുന്നു. അതെ, പക്ഷേ ഈ പേരുകൾ വായിച്ചിട്ടും ഇയാൾക്ക് ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇയാൾ എന്തോ മാധ്യമ പ്രവർത്തകരാണ്. ഇയാൾക്ക് മുമ്പേ കുഴപ്പമുണ്ടെന്ന് ഞാൻ ഈ മണ്ടനാണെന്ന് പറഞ്ഞത് വേറൊരു കാര്യം ഓർമ്മിച്ചിട്ടാണ്. ഇയാൾ മുമ്പ് 24-ലോ മറ്റോ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ ഓണപരിപാടിക്ക് അവരുടെ അവതാരകരെ എല്ലാം വെച്ചിട്ട് ഒരു പരിപാടി അങ്ങനെ ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞു, കേരളത്തിൽ ടിപ്പു സുൽത്താൻ വന്നിട്ടേയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പൊളിറ്റിക്സിലാണ് എന്തോ PhD-യോ ഒക്കെ വ്യാജനാണെന്ന് തോന്നുന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന് നമ്മുടെ PP ജെയിംസ് പറയുന്നുണ്ടായിരുന്നു, അരുൺകുമാറിന് പൊളിറ്റിക്സ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അരുൺകുമാർ പറഞ്ഞാൽ ശരിയായിരിക്കും എന്നും പിന്താങ്ങുകയും ചെയ്തിരുന്നു. ടിപ്പു സുൽത്താൻ, ഞാൻ ആ സമയത്ത് ടിപ്പു സുൽത്താനിലൊക്കെ ഗവേഷണം ചെയ്ത് പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്ന സമയമാണ്. ശ്രീലങ്കയിലൊക്കെ $50 $100 കൊടുത്താൽ PhD കിട്ടുമെന്ന് പറയാം. 40,000 രൂപ കൊടുത്താൽ മതി. ആ നന്ദൻകോട് അതിൻ്റെ ഒരു ഏജന്റ് ഉണ്ട് തിരുവനന്തപുരത്ത്. ഇയാൾ ട്രിവാൻഡ്രംകാരനുമാണ്. ആ കൊല്ലം ഭാഗത്ത് എവിടെയോ ഉള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ്. മാധ്യമ പ്രവർത്തനമായിട്ട് ഇയാൾക്ക് പുല ബന്ധം പോലും ഇല്ല എന്നുള്ളതാണ്. ബാലാവകാശ കമ്മീഷന്റെ കേസിൽ പ്രതിയാണ്, പോക്സോ കേസുണ്ട്. ഒരു ചെറിയ പെൺകുട്ടിയോട് ഒരു അവതാരകൻ പോയിട്ട് എന്തോ കുണുണോ ഒക്കെ പറയുമ്പോൾ ഇയാളും അത് പൊലിപ്പിക്കുക. അത് ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു. സ്കൂൾ യൂത്ത് ഹോസ്റ്റലിൽ പറഞ്ഞ പെൺകുട്ടിയോട്. ഈ 24-ൽ തന്നെ ഈ MG ശ്രീകുമാറൊക്കെ വന്നിരിക്കുന്ന ചില മ്യൂസിക് പരിപാടിയിൽ 5 വയസ്സുള്ള പെൺകുട്ടി 6 വയസ്സുള്ള ആൺകുട്ടിയൊക്കെ വന്ന് പാടില്ലേ. MG ശ്രീകുമാർ ഇപ്പോൾ നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, കുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ, ഇങ്ങനെ ഒരു വക അശ്ലീല വർത്തമാനം പറയാറുണ്ട്. അതും നിർത്തേണ്ടതാണ്. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ചെടുപ്പ് വരുമല്ലോ. ഈ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ബാക്ക് സ്റ്റേജിലുമൊക്കെ ഉണ്ട്. ഇവരും ഈ നാണം കൊണ്ട് വല്ലാതാവുന്നത് നമുക്ക് കാണാം. ഈ ചോരയൊക്കെ വാർന്നു പോയിട്ട് ഇത് ഇങ്ങനെ. പക്ഷെ അത് വേണമെങ്കിൽ കുഞ്ഞുങ്ങളോട് പറയുന്ന തമാശയായിട്ട് വിടാം. ഇത് അത്യാവശ്യം ഒരു മുതിർന്ന കുട്ടിയാണ്. ആ മുതിർന്ന കുട്ടിയോട് മുതിർന്നു വരുന്ന കുട്ടി ആ കുട്ടിയോട് ദ്വയാർത്ഥത്തിലുള്ള അശ്ലീല സ്വഭാവത്തിലുള്ള വർത്തമാനം അവരുടെ ലേഖകൻ ചോദിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുക. ഇയാൾ വലിയ എഡിറ്ററാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ബുദ്ധിജീവിയാണ്. ഇയാൾക്ക് മറ്റേ മാധ്യമ പ്രവർത്തനം അറിയില്ല. മറ്റേത് പൊളിറ്റിക്സ് ഇയാൾ പഠിച്ച വിഷയമാൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ജോലിയിൽ അയാൾ തുടരുമായിരുന്നല്ലോ. അല്ല, ജോലിയിൽ ഇരുന്നുകൊണ്ട് മാധ്യമത്തിൽ പണിയെടുത്ത് ശമ്പളം മേടിച്ചതിൻ്റെ പേരിൽ ഒരു കേസ് വന്നിരുന്നു. അങ്ങനെ കേസുണ്ട്. കാരണം ഇയാൾ പൈസ തിരിച്ചടയ്ക്കുമോ, പിന്നീട് അനുമതി ചോദിച്ച് അവരനുമതി കൊടുത്തൊന്നും ചെയ്തില്ല. ലീവ് എടുത്തിട്ടെ ഈ പണി ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ ആ പരിപാടി ഉടായിപ്പാണ്. മൊത്തത്തിൽ എന്തോ ഒരു വശപ്പശുണ്ട്. കാരണം ഈ മറ്റേ മീഡിയ വണ്ണിൽ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഈ പുറത്തുള്ള ഈ ആളുകളെ കൂട്ടി നിർത്തിയിട്ടുള്ള പ്രസംഗം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, 3 പേരെ ഇരുത്തിയിട്ടൊക്കെ സംസാരിക്കുന്ന തെരഞ്ഞെടുപ്പിനൊക്കെ, അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഉപയോഗിച്ചിരുന്നുള്ളൂ. CL തോമസിന് അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് വലിയ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിച്ചിരുന്നില്ല അവിടെ. ഇവിടെ ഈ മറ്റേ മരം ചാനൽ വന്നില്ലേ, മരം മുതലാളി ചാനൽ, അങ്ങനെയാണ് ഇയാൾ ഈ ഇതിലേക്ക് വന്നിട്ട് ഇത് മൊത്തം മലീമസവും അശ്ലീലവുമാക്കി മാറ്റിയിരിക്കുന്നത്. അല്ല, അവിടെ ഈ മറ്റേ കർണാടകയിൽ അവിടുന്ന് അർജുനെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി അവിടുത്തെ പോലീസ് ഓടിച്ചിട്ടിടിക്കാൻ പിടിച്ചതാ. അതെ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അശ്ലീലാത്മകമായ മാധ്യമ പ്രവർത്തനം നടത്തുകയും വിവരക്കേടും വിഡ്ഢിത്തവും നിരന്തരം എഴുന്നള്ളിക്കുകയും താൻ വലിയ സംഭവമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് TG മോഹൻദാസ് പറഞ്ഞതുപോലെ അന്നദാനത്തിൻ്റെ കീഴ്ഭാഗം കൊണ്ട് സംസാരിക്കുന്ന എന്ന ആ ബിരുദം, TG ഇട്ട് കൊടുത്ത ബിരുദം സർവ്വതാ യോഗ്യമാണ്. മുമ്പ് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇയാളുടെ ഈ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഈ ചില യുദ്ധരംഗങ്ങളൊക്കെ കാണിക്കുമ്പോൾ യുക്രൈനിലെ യുദ്ധമൊക്കെ സംസാരിക്കുമ്പോൾ ഇയാളൊരു വിമാനത്തിൻ്റെ അകത്ത് പോയിട്ട് യുക്രൈനിൽ നിന്നിട്ട് അവിടുന്ന് സംസാരിക്കും.
ഇതൊന്നും മാധ്യമ പ്രവർത്തനമായിട്ട് കുതിരപ്പുറത്ത് പോയി റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെ റിപ്പോർട്ടിങ്, എന്നിട്ട് ആ കുതിരപ്പുറത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ആളുകളോട് അല്ല അതെല്ലാം വേണമെങ്കിൽ ഒരു മാധ്യമം കൂടുതൽ പ്രേക്ഷകരെ കിട്ടാൻ കാണിക്കുന്ന കുറേ ഗിമ്മിക്കുകൾ ഇപ്പോൾ എല്ലാം സിനിമാറ്റിക് ആണെന്ന് പറയാം. പക്ഷേ ഇത് വാർത്ത വായിച്ചുകൊണ്ടിരിക്കും, ഇന്നത്തെ വാർത്തയാണ് ഇത് പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് നരേന്ദ്രമോദി ഫെബ്രുവരി 15 നോട്ട് നിരോധനം കൊണ്ടുവരികയാണ്. അപ്പോഴേക്ക് ഇനി എന്തെല്ലാം എനിക്ക് പ്ലാൻ ചെയ്യാം, മോദിക്കെതിരെ എന്തെല്ലാം വാർത്തകൾ കൊടുക്കാം എന്നൊക്കെ ആലോചിച്ചിട്ട് യാന്ത്രികമായിട്ടാണ് ഇയാൾ ധനകാര്യമന്ത്രി രാജീവ് സിംഗ് എന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹ്റ എന്നും വായിക്കുന്നത്. കാരണം അയാൾ മെക്കാനിക്കലായിട്ട് വായിക്കുകയാണ്. തലയ്ക്കകത്ത് മുഴുവൻ ഇന്ന് മോദിയെ അടിക്കാനുള്ള എന്തെല്ലാം മെറ്റീരിയൽ ഉണ്ടാക്കാമെന്ന് ഇയാൾ ആലോചിക്കുകയാണ്. ഇയാളുടെ മോദി വിരുദ്ധത വിഖ്യാതമാണ്. അതെ, അങ്ങനെയാണ്. ഇയാളാണ് ഇവിടെ ഇങ്ങനെ ചില ആളുകളുണ്ട്, പ്രശാന്ത് രഘുവംശം, ഈ ഡോക്ടർ അരുൺകുമാർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ജനാധിപത്യം മൊത്തം കാത്ത് സൂക്ഷിക്കാനായിട്ട് ഇവരെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയിലാണ് ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പത്രങ്ങൾ കാണിച്ച വൃത്തികേടും കൂടി പറയണമല്ലോ. എൻ്റെ പഴയ പത്രമാണെങ്കിലും മറ്റ് പത്രങ്ങൾ ഇന്ന് ദേശാഭിമാനിയും ഇംഗ്ലീഷ് പത്രങ്ങൾ വെച്ച് ബാക്കി എല്ലാത്തിലും ഇതുണ്ട്. ഈ വ്യാജ ദീപിക പത്രത്തിൽ കണ്ടില്ല എന്ന് തോന്നുന്നു. ദീപികയിലുണ്ട്, ഉണ്ടോ? അപ്പോൾ ദേശാഭിമാനി ഇംഗ്ലീഷ് പത്രങ്ങൾ വെച്ച് ബാക്കി എല്ലാത്തിലും ഉണ്ട്. രാവിലെ ആ വക കാര്യങ്ങൾ ഞാൻ നോക്കി. ഈ മനോരമ മാത്രം ഇത് കണ്ടോ, ഇവിടെ 2050 എന്നെഴുതി. 2050 ജനുവരി 24. ബാക്കി പത്രങ്ങളിൽ മര്യാദയ്ക്ക് ഇന്നത്തെ ദിവസമല്ലേ. അതെ, മനോരമ കാര്യത്തിൽ അതിന്റെ പ്രൊഫഷണലിസം കാണിച്ചു അല്ലേ, മാന്യത കാണിച്ചു. അവർ 2050 ഇവിടെ എഴുതി. 2050 പത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ 2050 ഇന്നല്ലേ അടിക്കാൻ പറ്റുള്ളൂ. കാരണം ശരിക്കും 2050 പത്രം ഉണ്ടാവില്ലല്ലോ. അതെ. അല്ല, അത് മാത്രമല്ല, പ്രേക്ഷകർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്നത്തെ പത്രമല്ല, ഇറ്റ്സ് എ ഫേക്ക്, ക്രിയേറ്റഡ് ആണ്, ഒരു ഫീച്ചർ സ്വഭാവത്തിലുള്ള ഒരു ക്രിയേറ്റഡ് സാധനമാണ്. അത് കാണിക്കാൻ വേണ്ടി അത് മനോരമയുടെ പ്രൊഫഷണലിസം, അവരുടെ മാന്യത. ബാക്കിയുള്ള പത്രത്തിലെ പത്രാധിപന്മാർക്കൊന്നും ആ ബുദ്ധി പോകില്ല, അത് തോന്നിയില്ല. കാരണം ഇപ്പോൾ എൻ്റെ പക്കലിരിക്കുന്ന ജന്മഭൂമി പത്രത്തിലും 2025 ജനുവരി 24 എന്നാണ്. അത് എല്ലാ പത്രങ്ങളും അത്രമാത്രം ഒന്നും ചിന്തിക്കാനുള്ള പ്രൊഫഷണലിസം എന്തായാലും മലയാളത്തിലെ മറ്റ് പത്രങ്ങൾക്കില്ലാതെ പോയി. അത് മനോരമയ്ക്കുണ്ട്. മനോരമയ്ക്ക് അതിനൊരു ചിയേഴ്സ്, ഒരു തമ്പ് നമ്മൾ കൊടുക്കണം മനോരമ പത്രാധിപ സമിതിക്ക്. കാരണം മനോരമയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, പരസ്യമാണ്, ഞങ്ങൾ കാശ് മേടിച്ച് പെട്ടിയിട്ടു, ഇന്നത്തെ പത്രമല്ല എന്ന് അവരുടെ മുന്നറിയിപ്പ് കൂടാതെ ഞങ്ങൾ ഡേറ്റ് മാർക്ക് ചെയ്ത് ഞങ്ങളത് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഇത് വന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഒന്നാമത്തെ പേജിൽ ആ 20:3 അല്ലെങ്കിൽ 25:3 ആ മൂലയിലെ താഴത്തെ പരസ്യം മാത്രമേ നമ്മൾ പത്രാധിപ സമിതി അനുവദിക്കുമായിരുന്നുള്ളൂ. അത്രയൊക്കെ പത്രാധിപ സമിതിക്ക് ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ 25-4 വരെയൊക്കെ ആകാം ചില ഘട്ടങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആ കുഞ്ചുക്കുറുപ്പിൻ്റെ മുകളിൽ ഒരു 2 സെൻറ്റിമീറ്റർ ഒരു ബ്ലേഡ് കമ്പനിയുടെ പരസ്യം, മുത്തൂറ്റിൻ്റെയോ മറ്റോ, അത് വെച്ചോട്ടെ എന്ന ഉടമകൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് പത്രാധിപ സമിതിയോട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടായിരുന്നു. ചർച്ച നടന്നപ്പോൾ അതിരുന്നോട്ടെ എന്നുള്ള നിലപാടാണ് ഞാൻ എടുത്തത്. കാരണം ഒരു ചെറിയ പരസ്യം അതിൻ്റെ മുകളിൽ വന്നുകൊണ്ട് എഡിറ്റോറിയൽ മാറ്ററിനെ, സ്പേസിനെ, അത് ഒന്നും ഇങ്ങനെയൊക്കെയാണ് ചർച്ചകൾ. അല്ല, രാമേന്ദ്രൻ സാർ ഓർക്കുന്നുണ്ടോ, പണ്ടൊക്കെ ഈ ഓഗസ്റ്റ് 15 അവധിയായിരുന്നു അല്ലേ? ഓഗസ്റ്റ് 15 അവധിയായിരുന്നപ്പോൾ ഒരു തവണ ഓഗസ്റ്റ് 15 അവധി വേണ്ട എന്ന് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. അതിന് കാരണം കോട്ടയത്ത് ഒരു ജ്വല്ലറി ആരംഭിക്കുന്നു. കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഒരു കെട്ടിടം പണിതിട്ട് ജ്വല്ലറിക്കാർ കൊണ്ടുപോയൊരു കഥയുണ്ട്. മുനിസിപ്പാലിറ്റി പണിതു, പക്ഷേ ജ്വല്ലറിയുടെ കയ്യിലാണ്. പണിത ഓർമ്മയെ മുനിസിപ്പാലിറ്റിക്കുള്ള, കാരണം അത് പാട്ടത്തിന് എന്ന പോലെ ആ ജ്വല്ലറിക്ക് കൊടുത്തു. ആ ജ്വല്ലറിക്കാരുടെ പരസ്യം എൻ്റെ ഓർമ്മയിൽ ഒരു പക്ഷേ അതായിരിക്കണം വ്യാപകമായി എല്ലാ പത്രത്തിലും ജാക്കറ്റ് പരസ്യം അതാണ്. അന്ന് എല്ലാ എഡിറ്റോറിയൽ സ്റ്റാഫും ഡ്യൂട്ടിക്ക് വരണമെന്ന് നിർദ്ദേശം വന്നു. അപ്പോൾ നമ്മൾക്ക് ഇതെന്ത് അങ്ങനെ പരിപാടി ഇല്ലല്ലോ, ഓഗസ്റ്റ് 15 അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പത്രത്തിലെ HR എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും OT തരും, ഓവർ ടൈം തരും. നമുക്ക് സന്തോഷമാണല്ലോ, ഇരട്ടിക്കാശ് കിട്ടിയ സന്തോഷമാണ്. ആ ഓഗസ്റ്റ് 15 അവധി ആയതുകൊണ്ട് കാര്യമായ വാർത്തയും ഉണ്ടാവത്തില്ല. അങ്ങനെയാണ് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജാക്കറ്റ് എന്നുള്ള പരസ്യത്തിന്റെ ഒരു വരവ്. അങ്ങനെയാണ് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, മലയാള പത്രങ്ങളിൽ ഈ സമയത്താണ് വരുന്നത്, വ്യാപകമാവുന്നത്. പക്ഷേ അപ്പോൾ പോലും മനോരമ കാര്യത്തിൽ മാന്യത കാണിച്ചു. കാരണം പൈസ കിട്ടിയ ആർക്കും കഴിക്കില്ല, പൈസ വേണം, പെട്ടിയിൽ വാങ്ങിച്ചിടാം. പക്ഷേ അത് വായിച്ചിട്ട് ബ്ലൈൻഡായിട്ട് വായിക്കുകയും തല ഉപയോഗിക്കാതെ
തലയ്ക്ക് പുറമേ ഒന്നുമില്ലാത്തതുപോലെ തലയ്ക്കകത്തും ഒന്നുമില്ല എന്ന് പ്രൂവ് ചെയ്യുകയായിരുന്നു ഈ മാധ്യമപ്രവർത്തകർ ചെയ്തത്. ഇന്നിപ്പോൾ നമുക്ക് മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങുമ്പോൾ നമ്മളെയൊക്കെ ആളുകൾ കളിയാക്കുക. കാരണം ഇദ്ദേഹം കാണിച്ച ഈ വങ്കത്തരമല്ല അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി. അപ്പോൾ പോലും അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തായിരുന്നതുകൊണ്ട് നമ്മളെല്ലാം കളിയാക്കുക, നമ്മളെയൊക്കെ കളിയാക്കുകയാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു മാധ്യമപ്രവർത്തകരായി നിന്ന് നടക്കുന്ന ആളുകൾ, അരുൺകുമാറിനെ പോലെയുള്ള ആളുകൾ എത്രമാത്രം വിവരമുള്ള, കോമൺ സെൻസ് ഉള്ള മാധ്യമപ്രവർത്തകരാണെന്ന് എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയോട് കേരളത്തിലെ പ്രേക്ഷകർ നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതിൽ ഗോളടിച്ചിരിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റി. അതെ, കാരണം നെഗറ്റീവായിട്ട് ചർച്ച ചെയ്തിട്ടാണെങ്കിലും അവരുടെ പേര് നമ്മളും കൂടി പറഞ്ഞല്ലോ, നമുക്ക് പരസ്യം തരാതെ, നമ്മുടെ പരസ്യം ചെയ്യാതെ അവരുടെ പരസ്യം നമ്മുടെ ചാനലിൽ പോവുകയാണ്. അത് പക്ഷേ ഒരുപക്ഷെ ഈ അരുൺകുമാറും കാശ് മേടിച്ചിട്ടുണ്ടാവോ ജെയിൻ യൂണിവേഴ്സിറ്റി? ഞാൻ ഇങ്ങനെ തിരിച്ചു പറഞ്ഞാൽ അത് വിവാദമാകും. അപ്പോൾ അതിലൂടെ എല്ലാവരും എടുത്തിട്ട് അലക്കും. അപ്പോൾ നിങ്ങൾക്ക് പരസ്യമാകും എന്നതിൻ്റെ അങ്ങനെ ചെയ്തായിരിക്കില്ല. കാരണം പുള്ളി സാധാരണഗതിയിൽ എന്തു പറഞ്ഞാലും മണ്ടത്തരമായിരിക്കുമല്ലോ. പക്ഷേ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അദ്ദേഹം മൂലം ഇപ്പം മിക്കവാറും ഓൺലൈൻ ചാനലുകളിൽ, മറ്റ് ചാനലുകളിൽ, ഏഷ്യാനെറ്റ് പറഞ്ഞു, സുരേഷ് കുമാർ വന്നിട്ട് പറഞ്ഞു, അത് പലരും വിളിച്ചു ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ ഈ വാർത്ത കിട്ടാത്തത്, ഞങ്ങൾക്കത് മനസ്സിലായി, അത് പരസ്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വകതിരിവുള്ള മാധ്യമപ്രവർത്തകരും ഉണ്ട് കേരളത്തിൽ. ഒന്നും കൂടി ഉണ്ട്, ഇത് ഇന്ന് തെളിയുന്നുണ്ട്, പഴയടൻ നമ്പൂതിരിയോട് അധികം കളിക്കരുത്. ഏതായാലും കേരളത്തിലെ മാധ്യമസിംഹത്തിൻ്റെ കോളേജ് പ്രൊഫസർ, ഡോക്ടർ ഒക്കെയായിരിക്കുന്ന ആളിൻ്റെ തലയ്ക്ക് പുറത്തില്ല, ഈ മുടിയില്ലാത്തതുകൊണ്ട് പുള്ളിക്കൊരു വിഖ്യാതമായൊരു പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ തോങ്ങുമൂടനായിട്ട പേരാ. തലയ്ക്കകത്തും ഒന്നുമില്ല എന്ന് തെളിയിച്ചു. നാളെയും കേരളത്തിലെ സാംസ്കാരിക വേദികളിൽ ഇദ്ദേഹത്തെ വലിയ ആശയഗംഭീരനായ ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കണം. അദ്ദേഹത്തിന് നിങ്ങൾ അവാർഡും കൊടുക്കണം എന്ന് ഈ തൽപര കക്ഷികളോട് നമുക്ക് അഭ്യർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.